നമസ്കാരം. പ്രിയ പ്രേക്ഷകർക്ക് ആൻസർ പ്ലീസ് വിത്ത് DDയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പിൻ്റെ ആരവം കഴിഞ്ഞു. ഇനി വിധിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ആ റിസൾട്ടിൻ്റെ കാത്തിരിപ്പിനിടയിൽ UDFനെ നയിച്ച, കോൺഗ്രസിനെ നയിച്ച KPCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് നമ്മളോടൊപ്പം മനസ്സ് തുറക്കാൻ ചേരുകയാണ്. സ്വാഗതം. ശരി, വെൽക്കം വെൽക്കം. ആയിക്കോട്ടെ. സണ്ണി വക്കീലിന് പറയാൻ ബാക്കി വെച്ച കുറേ കാര്യം പറയാനുണ്ട്. തെരഞ്ഞെടുപ്പാകുമ്പോൾ പലതും പറയാൻ പറ്റില്ല. മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് പോലും അപകടകരമാണ്. അപ്പം ഞാൻ ഈ അഭിമുഖം ഔപചാരികതകളില്ലാത്ത ഒരു തുറന്നു പറയാനുള്ളൊരവസരമായാണ് കാണുന്നത്. ഏറ്റവും ആദ്യം താങ്കൾ വളരെ റിലാക്സ്ഡ് ആണല്ലേ? റിലാക്സ്ഡ് ആണ്. എന്താ അതിൻ്റെ ഒരു കാരണം? ഒന്ന്, നല്ല റിസൾട്ട് ഉണ്ടാവും. കേരളമാകെ UDFന് നല്ല റിസൾട്ട് ഉണ്ടാകും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ആവർത്തിക്കും. അത്രയ്ക്ക് അനുകൂലം അന്തരീക്ഷം. ജനങ്ങള് സർക്കാരിനെ നന്നായിട്ട് വിലയിരുത്തി. ഇവരുടെ നയങ്ങളെല്ലാം, ജനദ്രോഹ നയങ്ങളെല്ലാം തുറന്നു കാട്ടാൻ ഞങ്ങൾക്ക് കുറെ നാളായി സാധിച്ചു. എത്ര സീറ്റ് ഇപ്പം വോട്ട് പെട്ടിയിലായി? ഞാനത് കൃത്യം പറയുന്നില്ല. ഞങ്ങൾ 100 ടാർഗറ്റ്. പക്ഷെ 100-ലെത്തില്ല എന്നുള്ളത് അതിന്റെ അല്ല, അതിന് വലിയ വ്യത്യാസമൊന്നും വരില്ല. എത്രത്തോളം പോകും അത് ഞാൻ കൃത്യം പറയുന്നില്ല. പേരാവൂരിന്ന് സ്വാഭാവികമായിട്ടും താങ്കൾ ജയിച്ചാൽ അതിൻ്റെ ഭൂരിപക്ഷം എങ്ങനെയായിരിക്കും? അത് താങ്കൾക്ക് പൾസ് അറിയാവുന്നൊരു സ്ഥലം. ഞാൻ ഇതുവരെ മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും നല്ല ഭൂരിപക്ഷമുള്ളൊരു തെരഞ്ഞെടുപ്പ് ഇതായിരിക്കും. അത്രമേൽ തിളക്കമാണെന്ന വിജയം പേരാവൂർ നൽകും. ഞാനത് കുറയ്ക്കാൻ ശ്രമിച്ചാലും എൻ്റെ സഹപ്രവർത്തകർ, നാട്ടുകാരത് കൂട്ടാനാണ് പറയുന്നത്. ഞാൻ കുറയ്ക്കാനാണ് ശ്രമിക്കുന്നത്. അതായത് KK ശൈലജയെ പോലുള്ള ഒരു ക്യാമ്പയിനറെ ഇറക്കിയതിൻ്റെ ഗുണം LDFന് കിട്ടില്ല. ജനങ്ങളുമായിട്ടുള്ള എൻ്റെ ബന്ധത്തെ മറികടക്കാനൊന്നും അതുകൊണ്ട് സാധിച്ചിട്ടില്ല. അവർ കൊണ്ടുവന്ന സ്ട്രാറ്റജിയും പാളിപ്പോയി. എൻ്റെ അഭിപ്രായത്തിൽ അവർ വികസനം ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ വികസനത്തിൻ്റെ പട്ടിക എടുത്തങ്ങ് വിശദീകരിച്ചു. അപ്പോൾ എനിക്ക് വിശദീകരിക്കാൻ അവസരം തന്നു. അവരായിട്ട് അവസരം. ഞാൻ കല്യാണ വീട്ടിലും മരിച്ച വീട്ടിലുമാണെന്ന് അവർ തന്നെ പറഞ്ഞു. അതെൻ്റെ ജനസമ്പർക്കത്തിൻ്റെ മറ്റൊരു മേഖലയായിട്ടും. എന്നാൽ അത് മാത്രമാണോ എൻ്റെ പരിപാടി? ഞാൻ അസംബ്ലിയിലില്ലേ, ഞാൻ താലൂക്ക് സഭയിലില്ലേ, ഞാൻ ജില്ലാ വികസന സമിതിയിലില്ലേ, ഞാൻ എല്ലാ വകുപ്പുകളുടെയും ആര് മന്ത്രിമാർ യോഗം വിളിച്ചാലും എല്ലാ ഡിസ്കഷനിലും ഞാനില്ലേ, അസംബ്ലിയിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടില്ലേ എന്ന് ഞാൻ ഓരോ കാര്യത്തിനും വികസനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ മന്ത്രി അസംബ്ലിയിൽ എൻ്റെ സബ്മിഷന് പറഞ്ഞ മറുപടി പേരാവൂരിന് സ്റ്റേറ്റ് ആവറേജ് അനുസരിച്ച് ഇരട്ടി കണ്ട് നൽകിയിരിക്കുന്നു റോഡുകളുടെ കാര്യത്തിലെന്ന് പറഞ്ഞു. ഇപ്പോൾ തലശ്ശേരി കുട്ടുപുഴ റോഡ് ഉൾപ്പെടെ എന്തായിരുന്നു 2011-26 അതിനെ കമ്പയർ ചെയ്യാനാണ് ജനങ്ങളോട് പറഞ്ഞത്. അത് ഗുണമായി മാറി. അത് വളരെ ഗുണമായി. അപ്പോൾ LDFൻ്റെ ആ സ്ട്രാറ്റജി എനിക്കാണ് ഗുണം ചെയ്തത്. അതായത് അവർ ഉണ്ടാക്കിയ തന്ത്രം അവർക്ക് വിനയാവുകയും സണ്ണി ജോസഫിന് ഞങ്ങൾക്ക് ഒന്നും കൂടി അത് വിശദീകരിക്കാൻ അവസരം കിട്ടി. ഇനിയിപ്പോൾ എന്തായാലും സർക്കാർ വരുമെന്ന് ഉറപ്പായി, അതിലൊരു സംശയമില്ലല്ലോ? ഇല്ലില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി ചർച്ചകൾ ആരംഭിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇല്ലില്ല. എവിടം വരെയായി ചർച്ച? ഒന്നും ആയിട്ടില്ല. ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. മാധ്യമങ്ങൾ അനാവശ്യ ചർച്ച നടത്തല്ലാതെ റിസൾട്ട് വരട്ടെ. എന്നാലും അതിന് മുൻപ് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഉദാഹരണം, വേഗോളം ഇരുന്നാൽ 6 ഇരിക്കാമല്ലോ. ലെറ്റ് us wait. അതായത് റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ ചർച്ച തുടങ്ങൂ. അത്രേ ഉള്ളൂ. റിസൾട്ട് വരട്ടെ. അല്ല, അനൗപചാരികമായി ചർച്ച, ഒരു ചർച്ചയും നടത്തി. അതായത് ഇപ്പം സണ്ണി വക്കീലിനാണ് ഇതിനെക്കുറിച്ച് ഇല്ലില്ല കൃത്യമായി പറയുന്നില്ല. ഞങ്ങൾ എന്തായാലും റിസൾട്ട് കഴിയാതെ, റിസൾട്ട് വരാതെ അതിൻ്റെ ഫോർമാലിറ്റി ഉണ്ട്, പ്രൊസീജിയർ ഉണ്ട്, അത് കീപ്പപ്പ് ചെയ്യും. ജയിച്ച MLA-മാരുടെ യോഗം ഹൈക്കമാൻഡ് പ്രതിനിധികൾ വന്ന് വിളിക്കും. ഡൽഹിയിൽ നിന്ന് AICC പ്രസിഡന്റ് ഖാർഗെജിയും പ്രതിപക്ഷ നേതാവ് രാഹുൽജിയും ആലോചിച്ച് അവർ പ്രമുഖരായിട്ടുള്ള ആളുകളെ കേരളത്തിലേക്ക് അയക്കും. ഈ MLA-മാരിലെ ഭൂരിപക്ഷമായിരിക്കും, അത് അതിൻ്റെ അകത്തൊക്കെ അതൊക്കെ നിഴലിക്കും. ആ തീരുമാനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായിട്ട് അതൊക്കെ മാറും. ഇന്നോർത്ത് ഇപ്പം കൃത്യമായിട്ട് എണ്ണം നോക്കിയിട്ട് വോട്ടെടുപ്പില്ലെന്നല്ല. ഓൾ ദീസ് ആസ്പെക്ട്സ്, ഓൾ ദീസ് ഫാക്ടേഴ്സ് വിൽ ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട്, ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. ഒരു സംശയം കൂടിയുള്ളത്, നിലവിലെ MLA-മാരിൽ നിന്ന് തന്നെ ആയിരിക്കുമോ മുഖ്യമന്ത്രി? അതൊന്നും ഞാൻ പ്രഖ്യാപിക്കേണ്ടതില്ലല്ലോ. അല്ല, ശരിക്കും എങ്ങനെയായിരിക്കും? ഐ കനോട്ട് പ്രെഡിക്റ്റ്. MLA-മാരല്ലാത്തൊരാൾ മുഖ്യമന്ത്രിയായി വരികയും പിന്നീട് ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക്, അതിനൊന്നും എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സാധ്യതയുണ്ടോ? ഒന്നും പറയാൻ പറ്റില്ല എനിക്ക്. ഷിയാസ് VD സതീശൻ മുഖ്യമന്ത്രിയാവണമെന്ന് പറയുന്നു. അത് അങ്ങനെയല്ല, അതല്ല വേണ്ടത് എന്ന് വേറൊരാൾ പറയുന്നു. ഇത്തരം ചർച്ചകൾ ഇപ്പോൾ തുടങ്ങുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനത്തെ ചർച്ചകൾക്ക് പ്രസക്തിയില്ല. ആ ചർച്ചകൾക്ക് പ്രസക്തിയില്ല. ഞങ്ങളാരും ഔദ്യോഗികമായിട്ട് അങ്ങനെ ഒരു ചർച്ച എന്നോർത്ത് ഇൻഡിവിജ്വലായിട്ട് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടാകാം.
പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദർ ഇസ് എ വെൽ എസ്റ്റാബ്ലിഷ്ഡ് പ്രൊസീജിയർ ടു ബി ഫോളോ. ഒരു കണ്ണൂരുകാരൻ മുഖ്യമന്ത്രിയായി വരാൻ സാധ്യതയുണ്ടോ? അതിന് പ്രാദേശികമൊന്നുമില്ലല്ലോ. ഒരു കേരളീയൻ, ഒരു കേരളക്കാരൻ മുഖ്യമന്ത്രിയാവും. അതാണ് സാധ്യത. തമിഴ്നാട്ടിൽ നിന്ന് ആരും വരില്ല, കർണാടകത്തിൽ നിന്ന് ആരും വരില്ല. ഇനി നമുക്ക് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഇത്രയൊക്കെ കോൺഫിഡൻസ് KPCC പ്രസിഡന്റ് പ്രകടിപ്പിക്കുമ്പോഴും LDF പറയുന്നത് ഭരണ തുടർച്ച ഉറപ്പാണെന്നാണ്. അവരേതെങ്കിലും ഇലക്ഷൻ പറഞ്ഞിട്ടുണ്ടോ? കറക്റ്റ് അസസ്മെന്റ് ഉണ്ടോ? പാർലമെന്റ് ഇലക്ഷൻ അവർ പറഞ്ഞോ? ഇനി പോട്ടെ, അതിനേക്കാൾ അവർ നിയന്ത്രിച്ചതല്ലേ തദ്ദേശ തെരഞ്ഞെടുപ്പ്. പാർലമെന്റ് ഇലക്ഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന് വിചാരിക്കാം. അത് ദേശീയ രാഷ്ട്രീയത്തിന്റെ അലേഡിങ്ങൾ അതിൻ്റെ അകത്തുണ്ടെന്ന് വിചാരിക്കും. തീർച്ചയായിട്ടും. ലോക്കൽ ബോഡി ഇലക്ഷൻ എന്താണ്? അവരുണ്ടാക്കിയ വാർഡ്, അവരുണ്ടാക്കിയ വോട്ടർ പട്ടിക, അവർ നടത്തിയ പ്രചരണം. കഴിഞ്ഞപ്പോൾ ഇലക്ഷൻ റിസൾട്ട് എന്താ? ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും വലിയ റിസൾട്ട് അല്ലേ വന്നത്, ഞങ്ങൾക്ക് അനുകൂലം. ഇത്തരം ഒരു സാഹചര്യം തന്നെയാണോ ഇപ്പോഴും? അതിനേക്കാൾ അനുകൂല സാഹചര്യം. ഈ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പം സണ്ണി വക്കീലിന് സ്വാഭാവികമായിട്ടും കുറേ ഫീഡ്ബാക്കുകൾ വരും. അതിൽ ഏതൊക്കെ ഫാക്ടേഴ്സാണ് UDFനെ കാര്യമായി പ്രബലമായി ഗുണം ചെയ്തത്? പ്രധാന ശബരിമല കൊള്ളയാണ്. ശബരിമല കൊള്ളയിൽ രണ്ട് കാര്യം. ഒന്ന്, ദേവസ്വം ബോർഡിന്റെ ചെയർമാൻമാരായിരുന്നവർ, അതിലെ പങ്കാളികൾ, അവർ ജയിലിൽ കിടന്നു. പത്മകുമാർ, വാസു. അവർക്ക് ജാമ്യം കിട്ടുന്നതിന് വേണ്ടി ചാർജ് ഷീറ്റ് വൈകിപ്പിച്ചു. കോടതി നിഷേധിച്ച ജാമ്യം സാങ്കേതിക ഗ്രൗണ്ടിൽ, ടെക്നിക്കൽ ഗ്രൗണ്ടിൽ അവർക്ക് കിട്ടി. പാർട്ടി കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയ പാർട്ടി ഈ ശബരിമല കൊള്ള കേസിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലും കേരള പോലീസ് അന്വേഷിച്ചതിലും പ്രതികളായി കണ്ടെത്തി പല റിമാൻഡ് റിപ്പോർട്ടുകളും കൊടുത്ത, ബെയിൽ ആപ്ലിക്കേഷൻ ഒബ്ജക്റ്റ് ചെയ്ത, ബെയിൽ ഓർഡർ കൃത്യമായി പറഞ്ഞ ആ പ്രതികളെ പാർട്ടി ഇതുവരെ ഒരക്ഷര നടപടി പത്മകുമാറിനെ മാറ്റി നിർത്തി കഴിഞ്ഞു. എന്താ പറഞ്ഞേ? മാറ്റി നിർത്തുക മീൻസ് വാട്ട്? അപ്പം അതിൻ്റെ അർത്ഥം എന്നാ? അകറ്റി നിർത്താനാണ്. അതുവരെ അടുപ്പിച്ചാ നിർത്തിയെന്നല്ലേ അർത്ഥം? അതുവരെ അടുപ്പിച്ചാ നിർത്തിയെന്നല്ലേ? അല്ല, അതിനവർ പറയുന്ന വിശദീകരണം അതിനു മുമ്പ് എങ്ങനെ കൊടുക്കും എന്നാണ്. ജയിലിലുള്ളപ്പോൾ എങ്ങനെ നോട്ടീസ് കൊടുക്കും എന്നൊക്കെയാണ് വിശദീകരണം. ജയിലിലുള്ളപ്പം നോട്ടീസ് കൊടുക്കാൻ വലിയ പ്രയാസമാണ്. ഇനിയിപ്പോൾ ഞാൻ പറയുന്നില്ല, അത്രയും ബാലിശമായ ചോദ്യത്തിന് ഞാൻ മറുപടി പറയുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞത് അത് യഥാർത്ഥത്തിൽ വലിയൊരു, അത് ജനങ്ങൾക്ക് അവരുടെ സ്വഭാവം മനസ്സിലായി. ഒരു കള്ളന്മാരാണ്, അഴിമതിക്കാരാണ്, കളവിനെ സംരക്ഷിക്കുന്നവരാണ്. പിന്നെ രണ്ടാമത് വന്ന് അയ്യപ്പ സംഗമം നടത്തിയില്ലേ, അതിലും വെട്ടിപ്പല്ലേ, തട്ടിപ്പല്ലേ. അപ്പോൾ അയ്യപ്പൻ ഒരു വലിയ ഡിസൈഡിങ് ഫാക്ടറാണ് UDF കയറി വരാൻ. അതിൽ ഇവരുടെ നിലപാടുകൾ, മോഷണം, അതെല്ലാ കമ്മ്യൂണിറ്റിക്കാരെയും ദൈവത്തിൻ്റെ സ്വർണം കക്കാൻ മനസ്സ് കാണിക്കുന്നവർ എന്ന് സുപ്രീം കോടതി പറഞ്ഞത് ജനങ്ങൾ അത് വളരെ മനസ്സിൽ കൊണ്ടിട്ടുണ്ട്, ഗൗരവത്തിലെടുത്തു. മറ്റ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് വന്നത്? മറ്റ് ഫാക്ടേഴ്സ് എല്ലാ മേഖലകളെയും നെഗ്ലക്റ്റ് ചെയ്തു. കാർഷിക മേഖലയുടെ തകർച്ച, വിലക്കയറ്റം, വന്യമൃഗശല്യത്തിനൊരു പരിഹാരമില്ല, യുവാക്കൾക്ക് തൊഴിലില്ല, ഉള്ള തൊഴിൽ തന്നെ പാർട്ടിക്കാർക്ക്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ആരോഗ്യ മേഖലയുടെ വലിയ തകർച്ച. ആരോഗ്യ മേഖല ഇവർ കൊട്ടിഘോഷിക്കുമ്പോൾ തകർച്ച അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. ഇപ്പോൾ കത്രികയിട്ട് വയറ് തുന്നിക്കെട്ടിയ സ്ത്രീയോട് ഇങ്ങനെ ക്രൂരമായി പെരുമാറുന്ന ആരോഗ്യമന്ത്രിയെ KSUക്കാർ ഒരു കരിങ്കുടി കാണിച്ചപ്പോൾ ഉണ്ടാക്കിയ ഒരു കോലാഹലം എന്തായിരുന്നു? കള്ള കഥയല്ലേ സൃഷ്ടിച്ചത്, എല്ലാവർക്കും അറിയാലോ. അന്ന് എന്നോട് ചോദിച്ച ചാനലിനോട് ഞാൻ ആദ്യം പറഞ്ഞു, ഇത് വെറും, കാരണം പരിക്ക് കാണിക്കുന്നില്ല. കുട്ടികൾ ആരെങ്കിലും, KSUവിൻ്റെ കുട്ടികൾ ആരെങ്കിലും അവരെ കൈകൊണ്ടോ വടി കൊണ്ടോ തൊടുന്നതായിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ കളവിൻ്റെ ഒരു മാക്സിമം. സത്യസന്ധതയ്ക്കാണ് കേരള പൊളിറ്റിക്സിൽ ജനം. ഈ ആരോഗ്യമന്ത്രി ജയിക്കുമോ ഇത്തവണ? വിഷമമാണ്, ജയിക്കാനിടയില്ല. ഇത് ജനം വിലയിരുത്തും. സ്ത്രീകളുടെ വലിയ പങ്കാളിത്തം കാലത്ത് മുതൽ കണ്ടിരുന്നു. സാധാരണ നമ്മൾ കാണുന്ന സ്ത്രീ വോട്ടർമാർ ഉച്ചയ്ക്ക് ശേഷം ഊണൊക്കെ കഴിച്ചിറങ്ങുക അങ്ങനെയാണ്. പക്ഷേ ഇതൊരു വലിയൊരു മുന്നേറ്റം സ്ത്രീകളുടെ ഭാഗത്തുനിന്നുണ്ടായതെന്തോ. ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ഒരു പൊതുസമൂഹത്തിൻ്റെ കൂടെ നമ്മളെ സഹോദരിമാർ താല്പര്യത്തോടെ നീങ്ങി. അതാണോ നിങ്ങളുടെ സൗജന്യ ബസ് യാത്ര? ഞങ്ങളുടെ ആ ഓഫറുകളുണ്ടല്ലോ, ഗ്യാരണ്ടി, അത് നന്നായിട്ട് അതിന് സ്വാധീനിച്ച ഘടകങ്ങൾ തന്നെയാണ്. ശരിക്കും അത് ജനം വിശ്വാസത്തിലെടുത്തിട്ടുണ്ട്. വിശ്വാസത്തിലെടുത്തു, കാരണം അത് ഗ്യാരണ്ടിയാണ്. രാഹുൽ ഗാന്ധിയാണ് പറഞ്ഞത്. ഓഫർ, ദാറ്റ്സ് എ ഗ്യാരണ്ടി. അത് കർണാടകത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്, രാജസ്ഥാനിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ആ മോഡലിൽ വന്ന് അവിടുത്തെ മുഖ്യമന്ത്രിമാരും അവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരും ഇവിടെ ഒന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാതിരിക്കാൻ. ശരിക്കും KSRTCക്ക് ഈ മുഴുവൻ സ്ത്രീകൾക്കും സൗജന്യം കൊടുത്താൽ KSRTC ലാഭകരമായി നടത്താൻ പറ്റും. അത് KSRTCയെ ലാഭകരമാക്കാനും അത് ഉപകരിക്കും. KSRTCക്ക് ഇപ്പോൾ എത്ര പൈസ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്? യാത്രക്കാരുടെ എണ്ണം കൂട്ടാനും അതിൻ്റെ ബെനിഫിറ്റ് ഇതിലേക്ക് പോയാൽ
അതായത് സ്ത്രീകളെ സൗജന്യമായി യാത്ര ചെയ്യുന്നതിന്റെ സർക്കാർ കൊടുക്കും. കൊടുത്താൽ അതർവൈസ് അല്ലാതെ KSRTC കൊടുക്കുന്ന സബ്സിഡികളുണ്ട്, സഹായങ്ങളുണ്ട്, ഉണ്ട്, ഒരുപാട്. ഇതിലേക്ക് ശമ്പളം കൊടുക്കാൻ പൈസ കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. അങ്ങനെ ഒരു ആസൂത്രണം, ഒരു ഹോംവർക്ക് ഉണ്ടായിരുന്നു, അതും കൂടി കണ്ടിട്ടുണ്ട്. ശരിക്കും സ്ത്രീകളുടെ വലിയൊരു മുന്നേറ്റം അത് UDF അനുകൂലം തന്നെയാണ്. ഇതില്ലെങ്കിൽ തന്നെ അനുകൂലമാണ്. കാരണം അവർ അക്രമ രാഷ്ട്രീയത്തെ ചെറുക്കുന്നു. ഈ CPM വിട്ട് വരുന്ന വിമതർക്ക് ഒരുപാട് സീറ്റ് പ്രാവശ്യം നൽകി. ആയിഷ പൊറ്റി മുതൽ നമ്മൾ ഏറ്റവും ഒടുവിൽ ഇങ്ങനെ പയ്യന്നൂർ വരെ ഒറ്റപ്പാലത്തുണ്ട്, ഇങ്ങനെ കിടക്കുകയാണ്. അതെ അതെ. യഥാർത്ഥത്തിൽ ഇത് കോൺഗ്രസിലുള്ളവർക്ക് അവസരം കൊടുത്തില്ല എന്നുള്ള ഒരു പരാതി. അങ്ങനെ ഒരു പരാതിയില്ല. വ്യക്തികൾക്ക് പ്രസിഡന്റിന് സ്വാഭാവികമായിട്ട് അറിയാം. ഇല്ല, എനിക്കറിയാം ആ സീറ്റുകളൊക്കെ അതറിയാം. ഞങ്ങൾക്ക് ഇപ്പൊ ചില ഇൻഡിവിജ്വൽസിന് ചിലപ്പോൾ അവർക്ക് ഈ സീറ്റ് എനിക്ക് കിട്ടുമായിരുന്നല്ലോ. പക്ഷെ അവരൊന്നും അങ്ങനെ ആരും പ്രകടിപ്പിച്ചിട്ടില്ല. എല്ലാവരും സ്വാഗതം ചെയ്തു. അതിൻ്റെ രാഷ്ട്രീയം എല്ലാവർക്കും മനസ്സിലാക്കി ഞങ്ങൾ ആലോചിച്ച് എല്ലാവരെയും കോൺഫിഡൻസ് എടുത്തിട്ടാണ് ഓരോരുത്തരും സ്വീകരിച്ചു. ഇവരിൽ ആരൊക്കെ ജയിക്കാൻ സാധ്യതയുണ്ട്? അവരിൽ അധികം പേരും ജയിക്കും. സുധാകരൻ ജയിക്കാൻ സാധ്യതയുണ്ട്. സുധാകരൻ ഉറപ്പായിട്ട് ജയിക്കും. ഈ ഇത്രയൊക്കെ അനുകൂല ഘടകങ്ങൾ പറയുമ്പോഴും ഇടയ്ക്കുണ്ടായ കുറച്ച് അസ്വാരസ്യങ്ങൾ, ഒരുപക്ഷെ അങ്ങ് മാനസികമായി വിഷമിച്ച കുറച്ച് അസ്വാരസ്യങ്ങൾ ഉണ്ടാവും. ആ സമയത്ത് അങ്ങ് പലപ്പോഴും തുറന്നു പറയില്ല. കാരണം തെരഞ്ഞെടുപ്പിൽ അങ്ങ് എപ്പോഴും ഓരോ വാക്കും ശ്രദ്ധിച്ച് പറയുന്ന ഒരാളാണ്, തെരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ച്. സുധാകരൻ ഉണ്ടാക്കിയ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, അത് ശരിക്കും ഒഴിവാക്കേണ്ടത്. ഇല്ല, അത് മാധ്യമങ്ങളാണ് അതിനെ പെരുപ്പിച്ചത്. ഇപ്പം ഞാൻ അവസാനം ഇപ്പം കഴിഞ്ഞ 2 ദിവസത്തെ വാർത്താ സമ്മേളനങ്ങളിൽ ഞാനും കുറച്ച് വികാരത്തിൽ തന്നെ സംസാരിച്ചു. കാരണം എന്നാ പറ്റിയത് ആ ഇഷ്യൂവിൽ ഞാൻ അത്ര കണ്ട് ആ ഇഷ്യൂവിൽ സത്യത്തിന്റെ ഭാഗത്ത് ഞാൻ നിൽക്കുകയാണ്. എൻ്റെ പേരിലാണ് ഒരു കത്ത്. ഞാൻ അങ്ങനെ ഒരു കത്ത് അയച്ചിട്ടില്ല, ഒരു കത്ത് എഴുതിയിട്ടില്ല എന്ന് ഞാൻ DGPക്ക് പരാതി കൊടുക്കുന്നു. ഇനി ഞാനൊരു കാര്യം കൊണ്ട് ദീപക്കിനോട് ചോദിച്ചിട്ട്, ആരാണ് ഈ കത്തിന്റെ ആള്? അവർ പറയട്ടെ. ഞങ്ങൾക്ക് ഈ കത്ത് കിട്ടി. ഞാനിപ്പോൾ നിങ്ങളുടെ ഈ ചാനൽ ചർച്ച 24-ലൂടെ ഞാൻ ഈ കത്ത് പ്രചരിപ്പിച്ചവരോട് ആരെങ്കിലും സധൈര്യം ഈ കത്തിന്റെ ഒറിജിനാലിറ്റി ഞാൻ ഏറ്റെടുക്കുന്നു. എൻ്റെ ചലഞ്ചാണ്. പ്രതിപക്ഷ നേതാവും പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഒരു കത്ത് കൊടുത്തു. പ്രതിപക്ഷ ഞാൻ ഇന്റർവ്യൂവിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ കത്ത് കൊടുക്കാറില്ല, ഞങ്ങൾ നേരിട്ട് പറയലാണ്. നമ്മൾ ഇതുവരെ 140 നിയോജകമണ്ഡലത്തിൽ ഞങ്ങൾ കത്ത് കൊടുത്തിട്ടില്ല. അതിന് സ്ക്രീനിങ് കമ്മിറ്റി സ്ക്രീനിങ് കമ്മിറ്റിയിൽ ഞങ്ങൾ അഭിപ്രായം പറയും. അത് കഴിഞ്ഞ് CEC സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയിൽ ഞങ്ങൾ അഭിപ്രായം പറയും. മിക്കവാറും അഭിപ്രായം ചോദിക്കുകയാണ്. അതിന് പകരം ഞങ്ങൾ ഇൻഡിവിജ്വലായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കത്ത് കൊടുക്കാൻ എൻ്റെ ആവശ്യമില്ല. ഇനി കത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ വ്യക്തമാക്കിയത് കൊടുത്താൽ കൊടുത്തു എന്ന് പറയും. അല്ല, ഞങ്ങൾ പോലും ഈ കത്ത് വ്യാജമാണ് എന്ന് തന്നെയാണ് വിശ്വസിച്ചത്. കാരണം എന്തെന്നാൽ ഒന്ന് കത്തിൻ്റെ സ്വഭാവം, കത്ത് വായിക്കുമ്പോൾ തന്നെ വ്യാജമെന്ന് തോന്നിയിട്ടുണ്ട് ഞാൻ, ടു ബി ഫ്രാങ്ക്. അത് കഴിഞ്ഞ് ഈ FB കാണുമ്പോഴാണ്, പിന്നെ FBയിൽ വന്നു എന്ന് വരുമ്പോഴാണ്. കാരണം ആ FBയിലെ അതിനു മുമ്പുള്ള എല്ലാ പോസ്റ്റുകളും കോൺഗ്രസിൻ്റെയും UDFൻ്റെയും വിജയത്തിന് വേണ്ടിയുള്ളതാണ്. എന്നിട്ടും ഈ വാർത്ത ആദ്യം കൊടുത്തില്ല. പക്ഷെ പിന്നീട് സുധാകരൻ്റെ ഒരു പ്രതികരണം വരികയാണ്, കത്ത് വ്യാജമല്ല എന്ന് പറഞ്ഞുകൊണ്ട്. അതെങ്ങനെയാണ് വരുന്നത്? അതെനിക്കറിയില്ല, അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. അത്തരം ഒരു കാര്യം മനസ്സിലാക്കാതെ അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തോട് ഒരിക്കൽ ഈ കത്തിൻ്റെ ഇത് വരുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, പറയുകയും ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഇപ്പോഴും അത് ബോധ്യത്തിലായില്ല. അത് നിങ്ങൾ ചോദിക്കണം. ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പം അദ്ദേഹത്തിന് ഉൾപ്പെടെ ഇത് അന്ന് നിങ്ങൾ വീട്ടിൽ കണ്ട സമയത്തായിരിക്കും. ഇല്ല, ഇപ്പം ഞാൻ പറയുമ്പോഴും അദ്ദേഹം ഉൾപ്പെടെ ഞാൻ അങ്ങനെ ഒരു കത്ത് എഴുതിയിട്ടില്ല. എഴുതിയെന്ന് തെളിയിക്കാൻ ഞാൻ ആ കത്ത് എഴുതി എന്ന് പറയുന്ന ആരോടായാലും ഞാൻ ആവശ്യപ്പെടുകയാണ്. ഈ ഇതിൽ സുധാകരൻ ഇപ്പോഴും ബോധ്യം വരാത്ത അതെനിക്കറിയില്ല. ഞാൻ സംസാരിച്ചിട്ടില്ല. പിന്നീട് ഒന്ന് സംസാരിച്ചാൽ ബോധ്യപ്പെടും. അതെനിക്കതൊരു ഈ വിഷയം ഇലക്ഷൻ കഴിഞ്ഞിട്ട് സംസാരിക്കാം, ശാന്തമായിട്ട് സംസാരിക്കാം. സമയം കിട്ടണ്ടേ? റിസൾട്ട് വന്നതിന് ശേഷം സംസാരിക്കാം. അതല്ല, യഥാർത്ഥത്തിൽ അത് ഈ 2 മണ്ഡലം ലക്ഷ്യം വെച്ച് ചെയ്തതാണോ? പറവൂരും പേരാവൂരും, പ്രത്യേകിച്ച് പേരാവൂർ ലക്ഷ്യം വെച്ച് ചെയ്തതാണോ? അതൊന്നും എനിക്കറിയില്ല. അത് ചീറ്റിപ്പോയി. അത് പൊട്ടാത്തതാണ്. ഈ യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയങ്ങളെല്ലാം, അതായത് ഒന്ന് അതൊക്കെ UDFനെ സഹായിച്ചിട്ടേ ഉള്ളൂ. അറിയാവോ? അത് കള്ളക്കത്താണ് എന്ന് ജനങ്ങൾക്ക് നന്നായിട്ടറിയാം. ഞങ്ങൾ പറഞ്ഞതിനെയാണ് ആളുകൾ വിശ്വസിക്കുന്നത്. എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഈ കാഫിർ സ്ക്രീൻഷോട്ട് അനുഭവം കൊണ്ടേ ഉണ്ട്. അപ്പം അതിനിടയ്ക്കാ വന്നേ കാഫിർ സ്ക്രീൻഷോട്ട് കേസ് അന്വേഷണം ക്ലോസ് ചെയ്തു വാർത്ത വന്നില്ലേ? ഇങ്ങനത്തെ ഒരു കേസ് തെളിയിക്കാൻ പിണറായി വിജയൻ്റെ പോലീസിന് കഴിയാത്തതുകൊണ്ടാണോ? അത് വീണ്ടും ലൈവിൽ വന്നു. ഇനി നമുക്ക് ഈ സർക്കാർ രൂപീകരണം എന്നുള്ള വിഷയത്തിലേക്ക് വരണം. കൊടുത്ത ഗ്യാരണ്ടികളുണ്ട്.
സ്വാഭാവികമായും സണ്ണി ജോസഫ് കണ്ണൂരിൽ നിന്നുള്ളൊരു മന്ത്രിയായിട്ട് ഉണ്ടാവും. അങ്ങയുടെ മനസ്സിൽ എന്തൊക്കെയാണ് സ്വപ്നങ്ങൾ? ഏത് വകുപ്പായിരിക്കും അങ്ങ്, അതായത് KPC പ്രസിഡന്റ് ഒരു സേ ഉണ്ട്, അങ്ങ് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകുന്ന, താല്പര്യം നൽകുന്നത്? ഒരു തമാശ പറഞ്ഞോട്ടെ, ഇത് തീർത്തും തമാശ. എന്നോട് ഇവിടുത്തെ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ, പേര് ഞാൻ പറയുന്നില്ല, പേര് എനിക്കറിയാം, കുറെ കൊല്ലം മുമ്പ് പറഞ്ഞു, സണ്ണി ജോസഫ് വനം മന്ത്രിയാണ്. കാരണം സുധാകരൻ വനം മന്ത്രിയായി, നൂറുദ്ദീൻ സാഹിബ് വനം മന്ത്രിയായി, അതെല്ലാം ഇവിടുന്ന് കണ്ണൂരിനാണ് വനം മന്ത്രി. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ആത്മാർത്ഥത വ്യക്തമാക്കാൻ അയാൾ ഒരു കാര്യം കൂടെ പറഞ്ഞു. പിന്നെ ഞാൻ 2 തേക്ക് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, അത് ഞാൻ മുറിക്കും. അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്നവരും ഉണ്ട്, സ്വാർത്ഥത ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും എത്തിയിട്ടില്ല, അതിന്റെ ഡിസ്കഷനിലേക്ക് വന്നിട്ടില്ല, അതൊക്കെ സമയത്ത് ആലോചിക്കും. ഈ ഉപമുഖ്യമന്ത്രി സ്ഥാനം ലീഗിന് വേണമെന്ന് ഒരു ചർച്ച പുതുതായി വേണ്ടെന്നല്ലേ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു. പക്ഷേ അതിന് അർഹതയുണ്ട് എന്ന് മുനവറും പറഞ്ഞു, മുനവർ അലി തങ്ങൾ പറഞ്ഞു, നേരത്തെ ഉണ്ടായിരുന്നു. അല്ല, ഒരു കാര്യം ചരിത്രം നോക്കിയാൽ നമ്മൾ ഈ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം CH വഹിച്ച പദവി, അല്ലെങ്കിൽ കേരളത്തിൽ 2 പ്രാവശ്യം ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ആലോചിക്കേണ്ട ഘട്ടമായിട്ടില്ല, വരട്ടെ, റിസൾട്ട് വരട്ടെ, നമുക്ക് ആലോചിക്കാം. കൂടുതൽ സീറ്റ് ഉണ്ടെങ്കിൽ പരിഗണിക്കും. അതല്ല, അതൊക്കെ നമ്മൾ മന്ത്രിസഭയെക്കുറിച്ച്, വകുപ്പുകളെക്കുറിച്ച് ഒരു ചർച്ച ഇതുവരെ ആയിട്ടില്ല. ആ ചർച്ചയിൽ PCC ദാറ്റ് വിൽ ബി അൺടൈംലി. അത് നേരത്തെ ആ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി, വകുപ്പ്, ഞാൻ നേരത്തെ തമാശ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്രയും പ്രതികരിച്ചത്. തമാശ പറയാൻ വേണ്ടി പ്രതികരിച്ചത്, അല്ലെങ്കിൽ ഞാൻ പ്രതികരിക്കില്ല. ഈ മന്ത്രിമാരുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ടോ? നമുക്ക് ആലോചിക്കാം, അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷനും കൂടെ നോക്കണമല്ലോ. കാരണം കൂടുതൽ പേര് ജയിച്ചു വരുന്നു, കൂടുതൽ ഘടകകക്ഷികളുണ്ട്. UDF-ലാണെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചിലവ് കുറയ്ക്കാനാണ് നോക്കേണ്ടത്. എന്തായിരിക്കും ഇതിൽ മന്ത്രിമാരെ തീരുമാനിക്കുന്നതിൽ ഒരു ക്രൈറ്റീരിയ? അതിനിപ്പോൾ കോൺഗ്രസിനും ഓരോരോ പാർട്ടികൾക്കും അതിൻ്റെതായ ക്രൈറ്റീരിയ ഉണ്ടല്ലോ. പ്രമുഖർ ഒരുപാട് പേരുണ്ട് കോൺഗ്രസിന്റെ ക്രൈറ്റീരിയ എന്താ? ക്രൈറ്റീരിയ അങ്ങനെ ഒരു, ഞാൻ പറഞ്ഞില്ലേ, റിട്ടേൺ ക്രൈറ്റീരിയ, ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ഒന്നും ഇല്ല. അതൊക്കെ ആലോചിച്ചിട്ട് ഇതുവരെ തീർത്ത ഒരു അഴിമതി രഹിതമായി. കാരണം കോൺഗ്രസ് ഭരണം വരുമ്പോൾ സ്വാഭാവികമായിട്ടും വരാൻ പോകുന്ന നറേറ്റീവ് എന്തായിരിക്കും എന്നറിയോ? അഴിമതി ഉണ്ടാകും, സ്വജനപക്ഷപാതം. 2 കാര്യം. ഒന്ന്, ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന, അഴിമതി രഹിത, തികച്ചും അഴിമതി രഹിത, ഹാർഡ് വർക്കിംഗ്, ടീം വർക്കിംഗ്. അതാണ് പരിഗണിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത്, എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഈ അഭിപ്രായം ഞാൻ പാർട്ടി നേതൃത്വത്തോടും സഹപ്രവർത്തകരോടും ഞാൻ പറയും. കേരളത്തിലെ ജനങ്ങളുടെ പരാതികൾക്ക് പരിഹാരം ഉണ്ടാക്കും. വിനയം, ലാളിത്യം, സത്യസന്ധത, ഇതൊക്കെ ഗുണഗണങ്ങളെന്ന് പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതിന് അടിവരയിട്ട് പോകാനുള്ള മോഡൽസൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. എന്നാൽ എഫക്റ്റീവ് ആകണം, നല്ലൊരു അഡ്മിനിസ്ട്രേഷൻ വേണം. ഈ ഘടകകക്ഷികളെയെല്ലാം മന്ത്രിസ്ഥാനം കൊടുത്ത് തൃപ്തിപ്പെടുത്തൽ, അത് പ്രതിപക്ഷ നേതാവിൻ്റെയും KPC പ്രസിഡന്റിൻ്റെയും പണിയാണ്. ഇത് പ്രയാസം വരില്ല, ഞങ്ങൾക്ക് എല്ലാവരെയും മാനേജ് ചെയ്ത് കൊണ്ടുപോകും. ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ CPM വിട്ട് ഇങ്ങോട്ട് വന്ന് മത്സരിച്ചവരുണ്ട്. അവർ നിങ്ങൾക്ക് പാൻ കേരള തന്ന അന്തരീക്ഷം വളരെ വലുതാണ്. കാരണം ഇടതു മുന്നണിയെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു അറ്റാക്കിംഗ് മോഡ് നിങ്ങൾക്ക് തുറന്നു തരുന്നതിൽ പ്രധാനപ്പെട്ട ട്രബിൾ ഷൂട്ടേഴ്സാണ് G. സുധാകരൻ അതുപോലെയുള്ളവർ. ഇവരിൽ ആരെങ്കിലും മന്ത്രിയാവും? അതിപ്പോൾ പറയാനായിട്ടില്ല, എല്ലാം പ്രമുഖരല്ലേ, അത് പറയാനായിട്ടില്ല. G. സുധാകരൻ പരിണിതപ്രജ്ഞനാണെന്ന് ജയിച്ചു വരട്ടെ, റിസൾട്ട് വരട്ടെ, വന്നാൽ പരിഗണിക്കും. റിസൾട്ട് വരട്ടെ എന്നിട്ട് നോക്കാം. അതിൻ്റെ പേരിലേക്ക് ഇപ്പോൾ ഡിസ്കഷൻ ആയിട്ടില്ലല്ലോ. അല്ല, പരിഗണിക്കപ്പെടേണ്ടതല്ല. അല്ലല്ല, അത് ഞാനിപ്പോൾ പറയുന്നില്ല, അത് ഞങ്ങൾ സമയത്ത് ആലോചിക്കും. G. സുധാകരനെ ഒരു ക്യാബിനറ്റിലേക്ക് പരിഗണിക്കേണ്ടതല്ലേ? ഞങ്ങൾ സമയത്ത് ആലോചിക്കും. അതിപ്പം ഞാൻ മാത്രം പറയേണ്ടതോ ഇപ്പോൾ മുൻകൂട്ടി ആലോചിക്കേണ്ടതോ അല്ല, അതിനൊക്കെ ടൈം. MLA ഇരുത്തേണ്ട ആളാണോ? അല്ല, ടൈം ഉണ്ടല്ലോ. നിങ്ങൾ ഏതായാലും ഇത്രയും സമ്മതിച്ചു തന്നെ, MLA ആയി സമ്മതിച്ചത് തന്നെ വളരെ സന്തോഷം. അല്ല, ഞാൻ സമ്മതിക്കുന്നതല്ല, നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ജനങ്ങൾക്ക് വരട്ടെ, സംശയങ്ങളാണ്. റിസൾട്ട് വരാതെ തിരക്ക് വേണ്ട. അതിൻ്റെ അകത്ത് മന്ത്രിമാരാരെ വകുപ്പ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഡിസ്കഷനും സാധ്യതയില്ല, ഇപ്പോൾ സാധ്യതയില്ല. ഉപമുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഒരു ഡിസ്കഷൻ ഇപ്പോൾ ആരംഭിച്ചിട്ടില്ല. ഈ അങ്ങയുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹവും സ്വപ്നവും എന്താണ്? അങ്ങ് പേരാവൂരിൽ നിന്ന് ജയിച്ച് ഒരു മന്ത്രിയാകും. എനിക്ക് എന്തെങ്കിലും ചുമതലകൾ വന്നാൽ കൂടുതൽ എന്നെ വിനയാന്വിതനാക്കണമേ. തെരഞ്ഞെടുപ്പിൽ എൻ്റെ പ്രാർത്ഥന നീതിപൂർവ്വമാക്കണമെന്നാണ്. യഥാർത്ഥ ജനഹിതം വോട്ടിലൂടെ, തെരഞ്ഞെടുപ്പിലൂടെ പ്രതിഫലിപ്പിക്കപ്പെടണം. തെരഞ്ഞെടുപ്പ് ഫ്രീ ആൻഡ് ഫെയർ ആകണം. അതായിരുന്നു എൻ്റെ പ്രാർത്ഥന. ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണ്, നല്ല വിശ്വാസമാണ്. അതായിരുന്നു എൻ്റെ പ്രാർത്ഥന. സാമുദായിക സംഘടനകൾക്ക് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സിഗ്നിഫിക്കൻ്റായ റോൾ ഇപ്പോൾ ഉണ്ട്. പഴയ പോലെയല്ല, പണ്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് നാമമാത്രമായിരുന്നു. പക്ഷേ ഇപ്പോഴത് വലിയ രീതിയിൽ കൂടി വരികയാണ്.
ഈ തെരഞ്ഞെടുപ്പിൽ സാമുദായിക സംഘടനകളുടെ റോൾ എന്തായിരുന്നു? ഇല്ല, അങ്ങനെ വലിയ ഒരു റോളൊന്നിലേക്ക് അവരൊന്നും ആഗ്രഹിച്ചില്ല. ആണോ? അവരെല്ലാം ഒരു മതേതര മനസ്സിലാണ് കേരളത്തിലെ ജനങ്ങൾ. ആ മതേതര മനസ്സ് സ്വാഭാവികമായിട്ടും അല്ല, കേരളത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടത് ഒരു മതേതര മനസ്സിനെയാണ്. അത് ഉൾക്കൊള്ളാൻ സാമുദായിക സംഘടനകൾക്കെല്ലാം കഴിഞ്ഞു. അവരൊന്നും തെരഞ്ഞെടുപ്പിൽ അങ്ങനെ കൂടുതലായിട്ട് ഇടപെടുകയോ അവരൊന്നും ഇടപെട്ടിട്ടില്ല. അങ്ങനെ ഞങ്ങളെയൊന്നും അവർ ഒന്നും ഒരു തരത്തിലും. പക്ഷേ പി സി ജോർജ് പ്രത്യേകിച്ചും അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പിതാക്കന്മാരെയൊക്കെ വലിയ തോതിൽ കടന്നാക്രമിച്ചിരിക്കുകയാണ്. ബി ജെ പിയുടെ നയമാണോ എന്നുള്ളത് ബി ജെ പി ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹം നടത്തിയ കടന്നാക്രമണം അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ദീപിക പത്രത്തെക്കുറിച്ച് കൂടി പറഞ്ഞ്, നിങ്ങളുടെ കൂടെ പണ്ടുണ്ടായിരുന്ന ഒരു MLA ആണ്, അങ്ങയുടെ കൂടെ സഭയിലും ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇന്ന് അദ്ദേഹം വീണ്ടും ബിഷപ്പ് ഹൗസിൽ പോയിട്ടുണ്ടല്ലോ. അതൊരു ബിഷപ്പിൻ്റെ മാത്രം. പക്ഷേ ബാക്കി ബിഷപ്പുമാരെല്ലാം മോശമെന്നാണ് പറഞ്ഞത്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇല്ല, അത് ഞാനിപ്പോൾ പ്രതികരിക്കുന്നില്ല. എന്താ അത് പ്രതികരിക്കേണ്ടതല്ലേ? കാരണം അങ്ങ് സഭയുമായി വളരെ അടുപ്പമുള്ളൊരു നേതാവ്. എനിക്ക് എല്ലാ സഭകളെയും ഞാൻ സഭയായിട്ട് അടുപ്പമുണ്ട്. അതെ, ക്രിസ്ത്യൻ സഭകളുമായിട്ട് എല്ലാ സഭകളായിട്ടും അടുപ്പമുണ്ട്. അതേപോലെ എല്ലാ സമുദായങ്ങളുമായിട്ട് എനിക്ക് അടുപ്പമുണ്ട്. അല്ല, അതിൽ രാഷ്ട്രീയ കേരളം ആ കാര്യത്തിൽ പ്രതികരിക്കേണ്ടതല്ലേ? ഞാൻ പറഞ്ഞ പി സി ജോർജ് എന്നുള്ള വ്യക്തിയല്ല, കേരളത്തിലെ മതമേലധ്യക്ഷന്മാരെ ഇത്രമേൽ ആക്ഷേപിക്കുന്ന, അത് ചെറിയ ഭാഷയൊന്നുമല്ല, ആക്ഷേപിച്ചിട്ടുണ്ടല്ലോ. അല്ല ആരായാലും. പക്ഷേ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ ആക്ഷേപം വന്ന പി സി ജോർജിൻ്റെ ഭാഗത്താണ്. അപ്പോൾ അതിൽ കോൺഗ്രസിൻ്റെ നിലപാടെന്താ? ഞാൻ മനസ്സിലാക്കുന്ന അവരുടെ നിരാശയുടെ ഫലമായിട്ടാണ് അങ്ങനത്തെ കടുത്ത വാക്കുകൾ പ്രയോഗിച്ചിട്ടുള്ളത്. പി സി ജോർജും ഷോൺ ജോർജും പറഞ്ഞല്ലോ. രണ്ടുപേരും അപ്പനും മകനും ഒരേപോലെയാണ്. അപ്പനാണ് കൂടുതൽ കിടന്നാക്രമിച്ചത്. പിന്നെ പി സി ജോർജിൻ്റെ ഒരു ശൈലി ഉണ്ടല്ലോ സംഭാഷണത്തിൻ്റെ. ഇന്ന് ശൈലി മാറ്റുമെന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പം അപ്പനെ മാറ്റുമെന്നാണ് മാധ്യമപ്രവർത്തകനോട് തിരിച്ചു ചോദിച്ചത്. അദ്ദേഹത്തിൻ്റെ ശൈലി അല്ല, അത് രാഷ്ട്രീയത്തിൽ അഭികാമ്യമാണ്, ഒഴിവാക്കേണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പ് യാത്രയിൽ കണ്ട ഏറ്റവും സന്തോഷമുള്ള ഒരു അനുഭവം പറയും. ഞാൻ ഒരു സഹോദരിയെ എനിക്കറിയാത്ത മറ്റുള്ളവർ വിളിച്ചു പറഞ്ഞിട്ട്, ബൈ നെയിം ഷീസ് എ മുസ്ലിം, വിളിച്ച് എനിക്ക് വോട്ട് തരണമെന്ന് അഭ്യർത്ഥിച്ചു. ഞാൻ വർക്കിൽ അങ്ങനെ ഇൻഡിവിജ്വലായിട്ട് വിളിക്കാറ് കുറവാണ് എല്ലാ ഇലക്ഷനും. എന്നാലും ഇപ്രാവശ്യം ടീച്ചർ ഒരുപാട് വർക്ക് ചെയ്തുകൊണ്ടും കൂടി എന്നോട് വർക്ക് ചെയ്യാൻ ആളുകൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ നന്ദി പറഞ്ഞു, താങ്ക്സ് എന്ന് പറഞ്ഞു. താങ്ക്സ് പറയേണ്ട, സാറിന് വോട്ട് ചെയ്യേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ് എന്ന് പറഞ്ഞത് എൻ്റെ മനസ്സിൽ തറച്ചു. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിലെ മൊത്തം മുസ്ലിങ്ങളുടെ ഒരു പരിച്ഛേദമാണ്. അല്ല, ഒരു ലേഡി അങ്ങനെ പറയണമെങ്കിൽ, വോട്ട് ചോദിച്ചു, വോട്ട് തരൂ എന്ന് പറഞ്ഞു, നന്ദി പറഞ്ഞപ്പോൾ എന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോധം, ജനാധിപത്യ മതേതര പ്രസ്ഥാനത്തെ വിജയിപ്പിക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ് എന്നൊരു സഹോദരി പറഞ്ഞത് എൻ്റെ മനസ്സിനെ സന്തോഷിപ്പിച്ചൊരു കാര്യമാണ്. ഈ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ശരാശരി ബോധം ഇപ്രാവശ്യം UDF-നൊപ്പമായിരുന്നു. അങ്ങനെയാക്കി തന്നിട്ടുണ്ട് ഗവൺമെൻറ്. യഥാർത്ഥത്തിൽ സർക്കാരാണ് ചെയ്തത്. എന്താ അതിൻ്റെ കാര്യം? മുഖ്യമന്ത്രിയുടെ ഡൽഹി ഹിന്ദു അഭിമുഖമുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടില്ലല്ലോ. അതൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതൊക്കെ ജനങ്ങളുടെ മനസ്സിലുള്ള കാര്യം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് നിലമ്പൂർ ഇലക്ഷൻ പറഞ്ഞിട്ടുണ്ട്. നിലമ്പൂർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് നിലമ്പൂർ ഇലക്ഷനിൽ നിലമ്പൂരെയാണ് വിധി എഴുതി. അതിനുശേഷം കേരളത്തിലെ മൊത്തം ജനങ്ങൾക്ക് കിട്ടുന്ന ഒരവസരമല്ലേ, പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞ് എല്ലാവർക്കും കിട്ടുന്ന ഇതൊരവസരമല്ലേ. ഈ ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ കേരളത്തിൽ നടന്നു എന്നുള്ളതാണ് പൊതുവിൽ പോൾ കണ്ട സമയത്ത് വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ചും ന്യൂനപക്ഷ മേഖലയിൽ പോൾ ശതമാനം കൂടിയിട്ടുണ്ട്. അത് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ എന്താണ്? കോൺഗ്രസ് പാർട്ടിക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു പക്ഷം മാത്രമല്ല, എല്ലാ സമുദായങ്ങളുടെയും ശക്തമായ പിന്തുണ കിട്ടിയിട്ടുണ്ട്. അല്ല, ഈ മൈനോറിറ്റി കൺസോൾട്ടേഷൻ കേരളത്തിൽ ആർക്ക് അനുകൂലമാണ്? അത് പിണറായി വിജയൻ അനുകൂലമാണോ UDF-ന് അനുകൂലമാണ്? ഞാൻ പറഞ്ഞില്ലേ, അത് UDF-നെ അനുകൂലമാക്കുന്നതിൽ അവർ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അതാണ് അവരുടെ പ്രവർത്തനം കൊണ്ടാണ് അങ്ങനെ വന്നത്. അല്ല, നിങ്ങളായിട്ടൊന്നും ചെയ്തിട്ടല്ല. ഞങ്ങൾ നന്മ അവർ കാണുന്നു, മറ്റവരുടെ ഈ നിലപാടും തമ്മിൽ താരതമ്യം ചെയ്യുന്നുണ്ടല്ലോ. ഈ ചെറിയ സംഘടനകൾ, ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള മൈനോറിറ്റിയിലെ ചെറിയ സംഘടനകളുടെ ഈ തെരഞ്ഞെടുപ്പിലെ സ്വാധീനം എന്തായിരുന്നു? അവരുടെ നിലപാടുകളൊന്നും ദോഷമെന്ന് പറയാൻ പറ്റില്ല. അത് യഥാർത്ഥത്തിൽ UDF-ന് വലിയ ഗുണം ചെയ്തിട്ടുണ്ടോ? ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുകൊണ്ട് വക്കീലിന് തുറന്നു പറയാം, തെരഞ്ഞെടുപ്പിന് മുൻപാണെങ്കിൽ ചിലപ്പോൾ അത് 10 വോട്ട് കൂടാനോ കുറയാനോ സാധ്യതയുണ്ട്. ഇനിയെങ്കിലും ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യത്തിലൊന്ന് തുറന്നു പറയാലോ. ജമാഅത്ത് ഇസ്ലാമി നിങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് രാഷ്ട്രീയമായി നിങ്ങൾക്ക് ഗുണമുണ്ടോ? ഇപ്പം ഞാൻ പ്രതികരിക്കുന്നില്ല, റിസൾട്ട് വരട്ടെ. റിസൾട്ട് വന്നിട്ടേ റിസൾട്ട് വരട്ടെ. റിസൾട്ടാണത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ചില മേഖലകളിൽ എങ്ങനെ വോട്ട് വന്നു എന്നുള്ളത് റിസൾട്ട് വരട്ടെ, കാണേണ്ടതുണ്ട്. ഈ BJP അക്കൗണ്ട് തുറക്കൽ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കേരളത്തിൽ ഇപ്പോൾ അവർ ഏറ്റവും ഒടുവിൽ BJP പറയുന്നത് തിരുവനന്തപുരത്ത് എന്തായാലും ഉണ്ടാവും, തൃശ്ശൂരിലുണ്ടാവും,
പാലക്കാട് ഉണ്ടാവും, മഞ്ചേശ്വരത്ത് ഉണ്ടാവും എന്നൊക്കെയാണ്. അങ്ങ് വളരെ കൂളായിട്ട് ഓരോ മണ്ഡലവും ശ്രദ്ധിക്കുന്ന ഒരാളാണ്. എന്താണ് ഗ്രൗണ്ട് റിയാലിറ്റി ആഫ്റ്റർ പോൾ? ഞാനിപ്പോൾ അങ്ങനെ കൂളായിട്ടൊന്നും അധികം ശ്രദ്ധിച്ചിട്ടില്ല. കാരണം ഒന്ന് ഞാൻ നല്ല ഒരു മത്സരത്തിലെ സ്ഥാനാർത്ഥിയായതുകൊണ്ട്. അല്ല, പക്ഷേ പോയില്ലെങ്കിലും ഫീഡ്ബാക്കുകൾ എടുക്കുന്നുണ്ടല്ലോ. എനിക്ക് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ മാധ്യമങ്ങളിൽ നിന്നും ആ ഏരിയയിലെ നേതാക്കന്മാരിൽ നിന്നും മനസ്സിലാക്കുന്ന BJP എവിടെയും ജയിക്കാൻ ഇടയില്ല, അക്കൗണ്ട് തുറക്കില്ല, വെക്കില്ല. വിക്രീം അവരുടെ അവകാശവാദം എല്ലാ കൊല്ലവും പറയുന്ന. അതെ അതെ, അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എല്ലാ കൊല്ലവും പറയുന്ന. കഴിഞ്ഞ പ്രാവശ്യം നിയമത്തിന് സാധ്യതയില്ല. ഇല്ലില്ല. ഈ ഡീൽ ആരോപണം ഉണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ വർക്കൗട്ടായോ ഈ തെരഞ്ഞെടുപ്പ്? ഇനിയിപ്പോൾ നമുക്ക് അത് വോട്ടെണ്ണുമ്പോൾ ഒന്നും കൂടെ വ്യക്തമാകും. ആണോ? വരട്ടെ, റിസൾട്ട് വരട്ടെ. ഇനിയിപ്പോൾ അത് ഡീൽ ആരോപണം നടന്ന് അത് വർക്കൗട്ടായി? ആരോപണം ശക്തമായിട്ടുണ്ട്, നടന്നിട്ടുണ്ടോ? അത് നോക്കാം നമുക്ക്. ഇനി റിസൾട്ട് കഴിഞ്ഞിരിക്കണം. ഇനിയിപ്പോൾ അത് അൺടൈമില്ല. അതായത് റിസൾട്ട് വെച്ച് പറയാൻ ഒരുപാട് രാഷ്ട്രീയമുണ്ട്. അതുകൊണ്ട് അപ്പോൾ താങ്ക് യു സോ മച്ച്, വളരെ നന്നായി. ഇനി നമുക്ക് അടുത്ത് ഇരിക്കുന്നത് മറ്റൊരു പദവിയിൽ എത്തിയതിനു ശേഷം ആയിരിക്കും. ഈ മന്ത്രി ആയി കഴിഞ്ഞാൽ ഉടനെ പ്രസിഡന്റ് സ്ഥാനത്ത് മാറുമോ? അതൊക്കെ നമ്മളെയും തീരുമാനിക്കട്ടെ. ആണോ? ആരായിരിക്കും അങ്ങയുടെ പകരക്കാരൻ? ഇല്ല, ഒന്നും ആയിട്ടില്ല. അതൊക്കെ മന്ത്രിയുടെ കാര്യം വരട്ടെ എന്നിട്ടാട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ശരി ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.